dual nature of matter and radiation. മാറ്റർ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ആണ്. എന്നാൽ ചില സമയങ്ങളിൽ മാറ്റർ വേവ് നേച്ചറും കാണിക്കും. മാറ്റർ സംടൈംസ് ആക്ട് as a particle and sometimes act as a wave. This is called the dual nature of matter. Similarly, radiations are waves. UV rays, X-rays, gamma rays, light, etc. are electromagnetic waves. These radiations sometimes act as a particle. So radiations also exhibit dual nature. In this chapter, we will be studying about the dual nature exhibited by matter and radiation. Electron emission. Metals have free electrons. The മെറ്റലിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് കാരണമാണ് മെറ്റൽസിന് കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്നത്. ഒരു മെറ്റലിൽ നിന്നും ഒരു ഇലക്ട്രോണ് പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? When a free electron try to come out of a metal, the metal surface will acquire a positive charge and pull the electron towards the metal. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിന് മെറ്റലിൽ നിന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഫ്രീ ഇലക്ട്രോൺസ് ആണ്, എന്നാലും ആ ഇലക്ട്രോൺസിന് മെറ്റലിൽ നിന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല. So to bring an electron out of the metal surface, we have to supply sufficient energy so that it can overcome this attractive pull. ഒരു ഇലക്ട്രോണിന് ആവശ്യത്തിനുള്ള എനർജി കൊടുത്താൽ മാത്രമേ ആ ഇലക്ട്രോണിന് മെറ്റലിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ഓവർകം ചെയ്ത് മെറ്റലിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. That minimum amount of energy that we supply to the electron so that it can come out of the metal surface is called work function. ഒരു ഇലക്ട്രോണിന് മെറ്റലിൽ നിന്ന് പുറത്തേക്ക് എത്താൻ നമ്മൾ കൊടുക്കേണ്ട മിനിമം എനർജിക്ക് വർക്ക് ഫംഗ്ഷൻ എന്നാ പറയുക. അത് ഡിനോട്ട് ചെയ്യുക ഫൈ എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. So what is work function? It is the minimum amount of energy supplied to an electron so that it can come out of the metal surface. Work function is denoted by phi. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എനർജിയാണ്. എനർജിയുടെ SI യൂണിറ്റ് ജൂൾ ആണ്. നമ്മൾ വർക്ക് ഫംഗ്ഷൻ മെഷർ ചെയ്യുക ഇലക്ട്രോൺ വോൾട്ട് എന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം ഇലക്ട്രോൺ വോൾട്ടും എനർജിയുടെ ഒരു യൂണിറ്റ് ആണ്, അത് SI യൂണിറ്റ് അല്ല. ഇലക്ട്രോൺ വോൾട്ടിനെ എങ്ങനെയാണ് ജൂൾ ആക്കുക? 1 ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽസ് 1.6 × 10⁻⁻19 ജൂൾസ്. വർക്ക് ഫംഗ്ഷൻ ഓരോ മെറ്റലിനും ഓരോ വാല്യൂ ആണ്. ഒരു സീഷ്യത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് എത്തിക്കാൻ നമ്മൾ എത്ര എനർജി കൊടുക്കണം? 2.14 eV ആണ്. ഒരു പ്ലാറ്റിനത്തിനാണെങ്കിലോ അത് ഹൈ ആണ്. ഒരു പ്ലാറ്റിനത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് എത്തിക്കാൻ നമ്മൾ കൊടുക്കേണ്ട എനർജി 5.65 eV ആണ്. So we can say that work function phi is different for different metals. There are 4 methods by which electrons can be made to come out of the metal. അതിൽ ആദ്യത്തത് തെർമയോണിക് എമിഷൻ. The metal is heated to sufficient temperature. മെറ്റലിനെ നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യും. ഇലക്ട്രോൺസ് ആ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. Then they will get the enough energy to overcome the attractive pull of the metal and the electron will come out of the metal surface. രണ്ടാമത്തത് ഫീൽഡ് എമിഷൻ. A strong electric field of the order of 10⁸ volt per meter is applied on the metal. നമ്മളൊരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. When a charge particle is kept in an electric field, it will experience a force. നമുക്കറിയാം അല്ലേ? And the charge particle will be accelerated. അപ്പോൾ നമ്മളൊരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് മെറ്റലിൽ കൊടുത്താൽ മെറ്റലിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് will be accelerated out of the metal surface. Secondary emission. A high energetic electron beam strikes the metal and causes the emission of free electrons. നമ്മൾ ഹൈ കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോൺ ബീമിനെ മെറ്റലിൽ കൊണ്ടുവന്ന് തട്ടിക്കും. വന്ന് വീഴുന്ന ഇലക്ട്രോൺസിന് ഹൈ കൈനറ്റിക് എനർജിയാണ്. ആ എനർജി ആര് അബ്സോർബ് ചെയ്യും? മെറ്റലുള്ള ഫ്രീ ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യും.
So the free electrons in the metal will get enough energy to overcome the work function and the electrons will come out of the metal surface. നാലാമത്തത് photoelectric effect. Radiations of suitable frequency is incident on a metal surface, then electrons are emitted. നമ്മൾ ലൈറ്റ് റേസ്, എക്സ് റേസ്, യു വി റേസ്, ഗാമ റേസ് തുടങ്ങിയ റേഡിയേഷൻസ് ഒരു മെറ്റലിൻ്റെ മുകളിൽ ഇൻസിഡൻറ്റ് ചെയ്യിക്കും. നിങ്ങൾക്കറിയാം റേഡിയേഷൻസിന് എനർജി ഉണ്ട് അല്ലേ? ഇ ഈക്വൽസ് എച്ച് ന്യൂ. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ആണ്. അപ്പോൾ വന്നു വീഴുന്ന റേഡിയേഷൻസിന് എനർജി ഉണ്ട്. ആ എനർജി ആര് അബ്സോർബ് ചെയ്യും? മെറ്റലിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യും. Then the free electrons will get enough energy to overcome the work function and the electrons will come out of the metal. This phenomenon is called photoelectric effect. The emitted electrons are called photoelectrons. ഈ ഇലക്ട്രോൺസിനെ നമ്മളൊരു വയറിലൂടെ കടത്തി വിടുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം flow of electrons will produce a current. The current thus produced is called photoelectric current. എല്ലാ മെറ്റൽസും റേഡിയേഷൻസ് വന്ന് വീണാൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യില്ല. അങ്ങനെ എമിറ്റ് ചെയ്യുന്ന മെറ്റൽസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റൽസ്. Alkali metals like lithium, sodium, potassium, cesium, etc. show photoelectric effect when ordinary light falls on it. But metals like zinc, cadmium, magnesium, etc. exhibit photoelectric effect only with UV rays. Photoelectric effect ആദ്യമായി കണ്ടുപിടിച്ചത് ഹെർട്സ് ആണ്. Now we are going to discuss an experimental study regarding the photoelectric effect. ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് രണ്ട് ഇലക്ട്രോഡ്സ് കാണാൻ പറ്റും, സിയും എയും. They are placed in an evacuated glass tubes. C, A, it is connected to a potential divider. A potential divider എന്ന് പറഞ്ഞാൽ റിയോസ്റ്റാറ്റും ഒരു സെല്ലും കൂടി അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിവൈഡർ എന്ന് പറയാം. സി നമ്മൾ നെഗറ്റീവ് പൊട്ടൻഷ്യലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആനോഡ് എ എന്ന് പറഞ്ഞാൽ ആനോഡാണ്. ആനോഡ് നമ്മൾ നമുക്ക് പോസിറ്റീവ് പൊട്ടൻഷ്യലും കൊടുക്കാം, നെഗറ്റീവ് പൊട്ടൻഷ്യലും കൊടുക്കാം. ഈ സെല്ലിന്റെ പൊസിഷൻ മാറ്റിയിട്ട് നമുക്ക് എയിനെ പോസിറ്റീവ് പൊട്ടൻഷ്യലിലും കൊടുക്കാം, നെഗറ്റീവ് പൊട്ടൻഷ്യലിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. യു വി റേസ് ആർ മെയ്ഡ് ടു ഫോൾ ഓൺ ദ കാത്തോഡ്. കാത്തോഡ് സി എന്ന് പറഞ്ഞ പ്ലേറ്റ് ഒരു ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ ആണ്. അപ്പോൾ യു വി റേസ് വന്ന് സിയിൽ വന്ന് വീഴുമ്പം സിയിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. നമ്മൾ ആനോഡ് വെച്ചിരിക്കുന്നത് പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്, കണ്ടില്ലേ? ഈ ബാറ്ററിന്റെ പ്ലസ് ആണ് നമ്മൾ ആനോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ ഈ പോസിറ്റീവ് പൊട്ടൻഷ്യലിലുള്ള ആനോഡ് അട്രാക്ട് ചെയ്യും. The emitted electrons will move from the plate C towards the anode. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ്മെന്റ് നടന്നാൽ ഈ സർക്യൂട്ടിലൂടെ ഒരു കറന്റ് ഫ്ലോ ചെയ്യും. The current can be measured by using the milliammeter connected in the circuit. നമ്മളൊരു മില്ലി അമ്മീറ്ററോ അല്ലെങ്കിൽ ഒരു മൈക്രോ എമ്മീറ്ററോ ആണ് കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. കാരണം വളരെ കുറച്ച് കറന്റ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഇഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറന്റ്. നമ്മൾ യു വി റേഡിയേഷൻസ് പ്ലേറ്റ് സിയിൽ വന്ന് ഫോൾ ചെയ്യിക്കും. ഇലക്ട്രോൺസ് വിൽ ബി എമിറ്റഡ്. ആനോഡ് എ ഈസ് നൗ കെപ്റ്റ് അറ്റ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ. ബാറ്ററിന്റെ പോസിറ്റീവ് ആണ് നമ്മൾ ആനോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ആനോഡ് എ പോസിറ്റീവ് പൊട്ടൻഷ്യലിലാണ്. ദ എമിറ്റഡ് ഇലക്ട്രോൺസ് വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ ആനോഡ് and we will get photoelectric current which can be measured by using this milliammeter. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആനോഡിന്റെ പൊട്ടൻഷ്യൽ കൂട്ടും. ആനോഡിന്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ട്, 2 വോൾട്ട്, 3 വോൾട്ട്, 4 വോൾട്ട്, അങ്ങനെ ആനോഡിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ കൂട്ടും. ഈ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആനോഡിന്റെ പൊട്ടൻഷ്യൽ കൂട്ടുക. ആനോഡിന്റെ പൊട്ടൻഷ്യൽ കൂടുന്നതനുസരിച്ചിട്ട് കൂടുതൽ ഇലക്ട്രോൺസ് ആനോഡിലേക്ക് എത്തും, അതായത് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് കൂടും. ഇപ്പം നമ്മൾ ആനോഡിന്റെ പൊട്ടൻഷ്യൽ കൂടുന്നതനുസരിച്ചിട്ട്
ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടി ഒരു പ്രത്യേക പൊട്ടൻഷ്യലിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് മാക്സിമം ആയി. അതായത് കാത്തോഡിൽ നിന്നും മുഴുവൻ ഇലക്ട്രോൺസും ആനോഡിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് മാക്സിമം കറണ്ട് കിട്ടും. പിന്നെ നിങ്ങൾ ആനോഡിന്റെ പൊട്ടൻഷ്യൽ എത്ര കൂട്ടിയാലും കറണ്ട് എന്തായിരിക്കും? ആ മാക്സിമം വാല്യൂവിൽ തന്നെ നിൽക്കും. ദ കറണ്ട് വിൽ റിമെയിൻ എ കോൺസ്റ്റന്റ്. കാരണം എന്താ? മുഴുവൻ ഇലക്ട്രോൺസും കാത്തോഡിൽ നിന്നും ആനോഡിലേക്ക് എത്തി. ഈ ഇലക്ട്രോൺസ് കാത്തോഡിൽ നിന്നും ആനോഡിലേക്ക് എത്താനില്ല. അതുകൊണ്ട് പിന്നെ നിങ്ങൾ എത്ര പൊട്ടൻഷ്യൽ കൂട്ടിയാലും കറണ്ട് ആ മാക്സിമത്തിൽ നിൽക്കും. ആ മാക്സിമം കറണ്ടിന് പറയുന്ന പേരാണ് സാച്ചുറേഷൻ കറന്റ്. ഇനി നമ്മൾ ആനോഡിന്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആക്കുക. ഇവിടെ ബാറ്ററിന്റെ പൊളാരിറ്റി മാറ്റിയാൽ മതി. പൊളാരിറ്റി മാറ്റുമ്പോൾ ആനോഡിന്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആവും. ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് കുറയും. അപ്പോൾ ആനോഡിന്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആക്കുമ്പം ഫോട്ടോ ഇലക്ട്രിക് കറന്റ് കുറയും. ആ നെഗറ്റീവ് പൊട്ടൻഷ്യലിന് പറയുക റിട്ടാർഡിങ് പൊട്ടൻഷ്യൽ എന്നാണ്. ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടുക, -1 -2 എന്നൊക്കെ അങ്ങനെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടുന്ന അനുസരിച്ചിട്ട് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ഡിക്രീസ് ചെയ്യും. കണ്ടില്ലേ? എന്തുകൊണ്ടാണ് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ഡിക്രീസ് ചെയ്യുന്നത്? ആനോഡിന്റെ പൊട്ടൻഷ്യൽ കൂടുതൽ നെഗറ്റീവ് ആകുന്ന അനുസരിച്ചിട്ട് ഇവിടെ നിന്ന് ആനോഡിലേക്ക് എത്തുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയും. സിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് പല കൈനറ്റിക് എനർജിയാണ് ഉണ്ടാവുക. ഇവിടെ ഉള്ള ഈ നെഗറ്റീവ് പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യാൻ ഉള്ള കൈനറ്റിക് എനർജിയുള്ള ഇലക്ട്രോൺസിന് മാത്രമേ ആനോഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആനോഡിന്റെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടുന്ന അനുസരിച്ചിട്ട് ഇവിടേക്ക് എത്താൻ വേണ്ട കൈനറ്റിക് എനർജിയുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയും. ഇപ്പൊ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് എത്തുന്നത് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഫോട്ടോ ഇലക്ട്രിക് കറന്റ് കുറയും. നമ്മൾ ആനോഡിന്റെ പൊട്ടൻഷ്യൽ വീണ്ടും ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേക പൊട്ടൻഷ്യൽ V0യിൽ എന്ത് സംഭവിച്ചു? ഫോട്ടോ ഇലക്ട്രിക് കറന്റ് 0 ആയി. സോ ഫോർ എ പെർട്ടിക്കുലർ നെഗറ്റീവ് പൊട്ടൻഷ്യൽ or for a particular retarding potential, the photoelectric current becomes 0. This negative potential at which the photoelectric current becomes 0 is called stopping potential. അത് ഡിനോട്ട് ചെയ്യുക V0 എന്ന ലെറ്റർ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലില് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് 0 ആവുന്നത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലില് എന്ത് സംഭവിക്കും? ഒരൊറ്റ ഇലക്ട്രോൺസിനും ആനോഡിലേക്ക് എത്താനുള്ള കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. ആനോഡിന്റെ നെഗറ്റീവ് പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യാനുള്ള കൈനറ്റിക് എനർജി ഉള്ള ഒരൊറ്റ ഇലക്ട്രോൺസും ഉണ്ടാവില്ല. അപ്പോൾ ഒരൊറ്റ ഇലക്ട്രോണും ആനോഡിലേക്ക് എത്തില്ല. ഫോട്ടോ ഇലക്ട്രിക് കറന്റ് വിൽ ബിക്കം 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെയുള്ള ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആകുമ്പോൾ ആനോഡിന്റെ പൊട്ടൻഷ്യൽ വരെ V0 എന്നാണ്. ഇലക്ട്രോണിന്റെ ചാർജ് Eയും Q എന്ന ചാർജിനെ V എന്ന പൊട്ടൻഷ്യലിൽ വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? QV എന്നാണ്. ഒരു ഇലക്ട്രോൺ ആകുമ്പം പൊട്ടൻഷ്യൽ എനർജിന്റെ ഫോർമുല U ഈക്വൽസ് E ഇൻറ്റു V. ഇവിടെ പൊട്ടൻഷ്യൽ V0 ആണ്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി വരിക E ഇൻറ്റു V0. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലില് ഒരൊറ്റ ഇലക്ട്രോണും ഇങ്ങോട്ട് എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജിയും ഇവിടെയുള്ള കൈനറ്റിക് എനർജിയും സെയിം ആണ്. കൈനറ്റിക് എനർജി കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജിയും ഇവിടെയുള്ള കൈനറ്റിക് എനർജിയും സെയിം ആണ്. നമുക്ക് പറയാം KE മാക്സിമം ഈക്വൽസ് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? E V0. So at a stopping potential, you can write maximum kinetic energy is equal to potential energy. Equation ആക്കുമ്പോൾ KE max equals E V0. Effect of intensity of incident light on photoelectric current. നമ്മൾ ആനോഡിൽ ഒരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യും. സേ 4 വോൾട്ട് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ നമ്മൾ ആനോഡിൽ അപ്ലൈ ചെയ്തു. ഇനി വി ആർ അലൗവിങ് UV rays to fall on the metal plate C. എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് വിൽ ബി എമിറ്റഡ്. The electrons will be attracted towards the positive plate A and you will get photoelectric current. ഇനി നമ്മൾ വന്നു വീഴുന്ന UV raysന്റെ ഇന്റൻസിറ്റി കൂട്ടും. ഈ UV raysന്റെ ഇന്റൻസിറ്റി കൂട്ടും.
intensity കൂട്ടുമ്പം you can see that the more photoelectrons are emitted and hence you will get an increase in photoelectric current. അപ്പോൾ എന്താ നമ്മുടെ റിസൾട്ട്? UV റേഡിയേഷൻസിന്റെ ഇന്റൻസിറ്റി കൂട്ടിയപ്പം നമുക്ക് കിട്ടുന്ന ഫോട്ടോ ഇലക്ട്രിക് കറന്റ് കൂടുകയാണ്. ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരിക? എക്സ് ആക്സിസിൽ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റും വൈ ആക്സിസിൽ ഫോട്ടോ ഇലക്ട്രിക് കറന്റും. ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുന്ന അനുസരിച്ചിട്ട് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും, ഫോട്ടോ ഇലക്ട്രിക് കറന്റും കൂടും. ഇഫക്റ്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. നമ്മൾ ആദ്യം I1 ഇന്റൻസിറ്റി ഉള്ള UV റേസ് ആണ് ഉപയോഗിക്കുക. വി ആർ അലൗവിങ് UV റേസ് ഓഫ് ഇന്റൻസിറ്റി I1 ടു ഫോൾ ഓൺ ദ കാത്തോഡ് C. വി ഇൻക്രീസ് ദ പൊട്ടൻഷ്യൽ ഓഫ് A. എന്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടുന്ന അനുസരിച്ചിട്ട് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് കൂടി ഒരു പ്രത്യേക പൊട്ടൻഷ്യലിൽ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് മാക്സിമം ആവും. നൗ വി മേക്ക് ദ പൊട്ടൻഷ്യൽ ഓഫ് A നെഗറ്റീവ്. ആനോഡിന്റെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടുന്ന അനുസരിച്ചിട്ട് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് കുറയും. And for a particular potential V0, the photoelectric current will become 0. ഇനി നമ്മൾ I2 intensity ഉള്ള UV rays ഉപയോഗിക്കും. We are allowing UV rays of higher intensity I2 to fall on the plate C. We draw the graph and we'll get the graph like this. അപ്പോൾ ഇവിടെ നമ്മൾ വ്യത്യസ്ത ഇന്റൻസിറ്റി ഉള്ള UV rays ഉപയോഗിച്ചിട്ട് ഗ്രാഫ് വരച്ചിരിക്കുന്നു. ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിൽ ആദ്യത്തേത് the photoelectric current and the saturation current is higher when the intensity of incident light is increased. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു 2 വോൾട്ട് ആയിക്കോട്ടെ, 2 വോൾട്ട് പൊട്ടൻഷ്യലിൽ I1 ഇന്റൻസിറ്റി ആകുമ്പോൾ ഇത്രയും കറന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് അല്ലേ. എന്നാൽ അതേ പൊട്ടൻഷ്യലിൽ ഇന്റൻസിറ്റി I2 ആക്കിയപ്പോൾ എത്ര കറന്റ് കിട്ടി? ഇത്രയും കറന്റ് കിട്ടി. അപ്പൊ കറന്റ് കൂടുന്നു. ഇന്റൻസിറ്റി കൂടുമ്പോൾ കൂടുതൽ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ആവും, കൂടുതൽ ഫോട്ടോ ഇലക്ട്രിക് കറന്റും കിട്ടും. രണ്ടാമത്തെ എന്താണ്? I1 ഇന്റൻസിറ്റി ആവുമ്പോൾ സാച്ചുറേഷൻ കറന്റ് ഇതാണ്, എന്നാൽ ഇന്റൻസിറ്റി I2 ആയപ്പോൾ സാച്ചുറേഷൻ കറന്റ് ഇത്രയും ഉണ്ട്. ഇതാണ് സാച്ചുറേഷൻ കറന്റ്. ഇന്റൻസിറ്റി I1 ആവുമ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സാച്ചുറേഷൻ കറന്റ് ഓൾസോ ഇൻക്രീസസ് വെൻ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ഈസ് ഇൻക്രീസ്ഡ്. നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കിയ കാര്യം ഫോട്ടോ ഇലക്ട്രിക് കറന്റ് and saturation current increases when intensity of incident light increases. ഈ രണ്ടാമത്തെ എന്താണ്? What about stopping potential? ഇന്റൻസിറ്റി I1 ആവുമ്പോഴും ഇന്റൻസിറ്റി I2 ആവുമ്പോഴും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആണ്, V0 തന്നെയാണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറിയിട്ടില്ല. So stopping potential does not depend on the intensity of incident light. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ഈ V0. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്നാലേ. അപ്പൊ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പൊട്ടൻഷ്യൽ എനർജി ഇന്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്നാണ്. സോ യു ക്യാൻ സേ ദാറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. നമ്മൾ ആ റിസൾട്ട് ഒന്ന് സമ്മറൈസ് ചെയ്യാം. The photoelectric current and saturation current increases when intensity of incident light increases. The stopping potential and hence the potential energy and hence the kinetic energy of the emitted photoelectrons does not depend on the intensity of incident light. Effect of frequency of incident light on stopping potential. നമ്മൾ തൊട്ട് മുൻപ് കണ്ടതാണ്. We have seen that the kinetic energy of the emitted photoelectrons does not depend on the intensity of incident light. അങ്ങനെയാണെങ്കിൽ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ആദ്യം ν1 ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻസ് ഉപയോഗിക്കും. ആനോഡിന്റെ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആക്കും. The radiations of frequency ν1 falls on the plate C. We increase the potential of positive potential of anode. The photoelectric current increases and reaches a maximum. Now anode is kept at a negative potential. When negative potential increases, the photoelectric current decreases and the photoelectric current becomes 0 at
the stopping potential V0. നമുക്ക് ഈ ഗ്രാഫ് കിട്ടും. We repeat the same experiment with a light of higher frequency nu2. nu2 frequency ഉള്ള ലൈറ്റ് ആണ് ഇനി നമ്മൾ ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ we will get the graph like this. അപ്പോൾ ഇവിടെ frequency nu2 is greater than nu1. എന്താണ് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? സാച്ചുറേഷൻ കറന്റ് സെയിം ആണ്. വന്നു വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി കൂടിയാലും സാച്ചുറേഷൻ കറന്റ് സെയിം ആണ്. പിന്നെ എന്തിലാ മാറ്റം ഉണ്ടാവുന്നത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. when the frequency of incident light increases, the stopping potential also increases. frequency nu1 ആവുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ v0 ആയിരുന്നു. frequency nu2 ആയപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ v0 ഡാഷ് ആയി അല്ലേ? v0 ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ v0. അപ്പോൾ നമുക്ക് പറയാം the stopping potential increases when the frequency of incident light increases, or we can write v0 proportional to nu. ഈ v0 നെ ഇവിടെ നമ്മളൊരു e കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജി ആയി അല്ലേ? അപ്പോൾ നമുക്ക് പറയാം പൊട്ടൻഷ്യൽ എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് ദ എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. വന്നു വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി കൂടുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി കൂടും. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് light. So we have the stopping potential V0 proportional to the frequency of the incident light nu. The stopping potential ഉം frequency of incident light ഉം തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? V0 proportional to nu എന്നാണ് അല്ലേ? So our graph will be a straight line. ഗ്രാഫ് എങ്ങനെയാ വരിക? ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് 3 കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിൽ ആദ്യത്തേത് there is a minimum frequency nu0 for which the stopping potential is 0. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 ആവുന്ന പോയിന്റ് ഏതാണ്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 ആവുന്ന പോയിന്റ് ഇതാണ്. ഈ പോയിന്റിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 ആണ്. ആ സമയത്തുള്ള ഫ്രീക്വൻസി എത്രയാണ്? nu0. അപ്പൊ നമുക്ക് പറയാം ഒരു മിനിമം ഫ്രീക്വൻസി nu0യിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 ആണ്. നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എങ്ങനെയായിരുന്നു ഡിനോട്ട് ചെയ്തത്? v0 ആയിരുന്നു അല്ലേ? അപ്പൊ E ഇൻറ്റു v0 എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ nu0 എന്നുള്ള ഫ്രീക്വൻസിയിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എന്നല്ലേ? അപ്പൊ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെയുള്ള ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജിയും 0 ആണ്. അപ്പൊ എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി nu0 ആണെങ്കിൽ പ്ലേറ്റ് സിയിൽ ഇൻസിഡന്റ് ആവുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി nu0 ആണെങ്കിൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. The plate will emit electrons, but the kinetic of energy of the emitted electrons will be 0. So if the incident light has a minimum frequency nu0, electrons will be emitted, but all the emitted electrons will have 0 kinetic energy. അപ്പോൾ ചോദ്യം വന്നു, അങ്ങനെയാണെങ്കിൽ ഈ nu0നേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസി ആണെങ്കിലോ ലൈറ്റിനുള്ളത്? വന്നു വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി nu0നേക്കാൾ കുറവാണെങ്കിലോ? If the incident radiations have a frequency less than nu0, no electrons will be emitted. അപ്പോൾ വന്നു വീഴുന്ന ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി വേണം nu0. ആ മിനിമം ഫ്രീക്വൻസി ഉണ്ടെങ്കിലേ ഇലക്ട്രോൺ ആ മെറ്റലിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുള്ളൂ. ആ മിനിമം ഫ്രീക്വൻസിയേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് വീഴുകയാണെങ്കിൽ ആ മെറ്റലിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യില്ല. If the frequency of light nu is less than nu0, there will be no photoelectric emission. This minimum frequency at which photoelectric emission takes place is called threshold frequency. nu0 ക്ക് പറയാ threshold frequency എന്നാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. വന്നു വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി nu0നേക്കാൾ കുറവാണെങ്കിൽ there will be no photoelectric emission. വന്നു വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി nu0 ആണെങ്കിൽ electrons will be emitted,
but the emitted electrons will have no kinetic energy. വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി ന്യൂസറോനേക്കാൾ കൂടുതലാണെങ്കിൽ the electrons will be emitted and the emitted electrons will also possess kinetic energy. ഈ രീതിയിൽ നമുക്ക് ഈ എക്സ്പെരിമെന്റൽ സ്റ്റഡി കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. Based on this experimental study, we can formulate 4 laws regarding photoelectric emission. നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത എക്സ്പെരിമെന്റൽ സ്റ്റഡിയെ വെച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എമിഷനുമായി ബന്ധപ്പെട്ട 4 ലോസ് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തേത്, ഫോർ എ ഗിവൺ മെറ്റൽ there is a minimum frequency below which there is no photoelectric emission. This minimum frequency is called threshold frequency. അത് ഡിനോട്ട് ചെയ്യാൻ nu0 എന്ന ലെറ്റർ കൊണ്ടാണ്. ഓരോ മെറ്റലിനും ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓരോ വാല്യൂ ആണ്. രണ്ടാമത്തേത്, ഫോർ എ ഗിവൺ മെറ്റൽ the number of photoelectrons emitted or the strength of the photoelectric current depends on the intensity of incident light. നമ്മൾ എക്സ്പെരിമെന്റൽ സ്റ്റഡിയിൽ കണ്ടതാണ്. ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുമ്പം എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും. കൂടുതൽ ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവിടെയുള്ള ഫോട്ടോ ഇലക്ട്രിക് കറന്റും കൂടുതലായിരിക്കും. സോ ദ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. മൂന്നാമത്തത്, അത് നമ്മൾ കണ്ടതാണ്. ഫോർ എ ഗിവൺ മെറ്റൽ the kinetic energy of the photoelectrons depends on the frequency of the incident light. നാലാമത്തത്, photoelectric emission is an instantaneous process. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഉടനെ തന്നെ മെറ്റലിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ടൈം ലാഗ് ഒന്നും ഇല്ല. ടൈം ലാഗിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, വളരെ ചെറുതാണ്, 10⁻⁹ സെക്കൻഡ്സ് ആണ്.